ഇറാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ചയാണ് 290 അംഗ പാർലമെന്റിലേക്കും ഇറാന്റെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുമുള്ള 88 അംഗ വിദഗ്ധ സമിതിയിലേക്കും വോട്ടെടുപ്പ് നടന്നത്. പാർലമെന്റിലേക്ക് 15,000-ഓളം പേരും വിദഗ്ധ സമിതിയിലേക്ക് 144 പേരുമാണ് മത്സരിക്കുന്നത്. വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. 2022-ൽ ഭരണകൂടത്തിനെതിരെ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് ശേഷമുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ഇന്ത്യൻ ഫാർമാകോപ്പിയയെ അംഗീകരിക്കുന്ന സ്പാനിഷ് സംസാരിക്കുന്ന ലോകത്തിലെ ആദ്യ രാഷ്ട്രമായി നിക്കരാഗ്വെ. മരുന്നുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയും നിക്കരാഗ്വയും തമ്മിൽ ഫാർമാകോപ്പിയ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പരിശോധനാ രീതികളും മരുന്നുകളുടെ മാനദണ്ഡങ്ങളും നിർവചിക്കുന്ന മരുന്നുകളുടെ സ്റ്റാൻഡേർഡിന്റെ ഔദ്യോഗിക പുസ്തകമാണ് IP. ഇന്ത്യൻ ഫാർമാകോപ്പിയ കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ്. ചൈനയിൽ നിന്ന് കറാച്ചിയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പൽ മുംബൈയിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ തടഞ്ഞു. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നതിനുള്ള ചരക്കുകൾ ഉണ്ടെന്ന സംശയത്തിനെ തുടർന്നാണ് കപ്പൽ മുംബൈയിലെ നവശവ തുറമുഖത്ത് അധികൃതർ തടഞ്ഞത്. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന്റെയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും സംയുക്ത പ്രതിനിധിയായാണ് ആസിഫ് അലി സർദാരി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മാർച്ച് 9-നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 ആഴ്ച മുമ്പ് യമനിലെ ഹൂത്തി വിമതരുടെ ആക്രമണം നേരിട്ട റുബിമർ എന്ന ചരക്ക് കപ്പൽ മുങ്ങി. ആക്രമണത്തിൽ കനത്ത നാശമുണ്ടായതിനെ തുടർന്ന് കപ്പൽ ജീവനക്കാർ ഉപേക്ഷിച്ചിരുന്നു. ആയിരക്കണക്കിന് ടൺ എണ്ണയും വളവും കയറ്റിയ കപ്പൽ മുങ്ങിയത് മേഖലയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചെങ്കടലിലൂടെ നീങ്ങവെ കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് കപ്പലിൽ ഹൂത്തി മിസൈൽ പതിച്ചത്.